കോഴിക്കോട് കോടഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ വിദ്യാർത്ഥികളെ 13ഓളം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് തല്ലിച്ചതച്ച വാർത്ത നമ്മൾ ഇന്നലെ കേട്ടതാണ്. എന്നാൽ കോഴിക്കോട് പുളിയാവ് നാഷണൽ കോളേജിൽ നിന്ന് വരുന്ന വാർത്ത ഒരു നടപടി വാർത്തയാണ്. നേരത്തെ കോളേജിൽ 19 വയസ്സുള്ള ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് കൂട്ടം ചേർന്ന് മർദ്ദിച്ചിരുന്നു. അതിൽ മുഹമ്മദ് ഹിഷാം, സിനാൻ എന്നീ 2 വിദ്യാർത്ഥികളെ വളയം പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതി അവരെ റിമാൻഡ് ചെയ്തു. ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട 5 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡും ചെയ്തു. ഇതാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്ന നടപടി. എന്നാൽ തർക്കം വളരെ നിസ്സാരമായിരുന്നു, മർദ്ദനം അതിക്രൂരവുമായിരുന്നു. ജൂനിയർ വിദ്യാർത്ഥിയും അവന്റെ സഹപാഠിയും കോളേജ് കഴിഞ്ഞതിന് ശേഷം കോളേജിന് മുൻപിലുള്ള റോഡിലൂടെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. അവരിട്ട യൂണിഫോമിനെ ചൊല്ലിയാണ് സീനിയർ വിദ്യാർത്ഥികൾ അവരുമായി തർക്കത്തിലേർപ്പെട്ടത്. വലിയ രീതിയിൽ അവരെ മർദ്ദിച്ച് ശരിപ്പെടുത്തി. പിന്നാലെ പരാതിയായി, കേസായി. ഒടുവിൽ 2 പേർ അകത്തുമായി. ഇതിൽ 3 പേർ ഇപ്പോൾ ഒളിവിലാണ്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം വളയം പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും മറ്റു വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുകയെന്നാണ് കോളേജ് അധികൃതർ അറിയിച്ചത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.